എന്താടാ ഇന്ന് പരിപാടി ഒന്നുമില്ലേ? എന്ത് പരിപാടി പാവട്ടാ. അല്ല മോളെ കല്യാണം കഴിഞ്ഞില്ലേ, എന്താ പാട്? കല്യാണൊക്കെ ഞാൻ ഉഷാറാക്കിയില്ലേ? 100 പവനും ഒരു കാറും എല്ലാം കൊടുത്ത്. ഇതൊക്കെ എന്താ അറിയുക, ഞാനൊക്കെ ഇത്രയും കൊടുത്തില്ല. നമ്മളെ പറ്റി നാട്ടുകാരെന്താണ്ട് വിചാരിക്കുക? ശരിയാ, നാട്ടുകാരെന്താ വിചാരിക്കുക? എന്താടാ ശ്രീത്തെ വെറുതെ ഇരിക്കണേ, പണിയൊന്നുമില്ല ഇപ്പോൾ? ഇന്ന് പോയില്ലേ നീ? അല്ല നിങ്ങളെവിടെ പോയിരാ? എടാ നാളെ എൻ്റെ മോളെ പ്രസവത്തിന് കൂട്ടിക്കൊണ്ട് വരില്ല. AC ഒന്നും ഇല്ല പോലെ വീട്ടിൽ. അപ്പോൾ ഒരു 4 AC കണ്ട് വാങ്ങിക്കൊടുത്തു. അല്ല കുറച്ച് പൈസ ഉണ്ടാവല്ലോ പാവട്ടാ. പൈസ ഒന്നും നോക്കില്ലടാ. എന്താ പറയുക, നമ്മളെ നിലയും വിളിച്ച് അതെങ്കിലും കൊടുത്തില്ല, നാട്ടുകാരെന്താ വിചാരിക്കുക? ആ ശരിയാ, നാട്ടുകാരെന്താ വിചാരിക്കുക? അല്ല പാവട്ടാ, ഇവിടെ ഉണ്ടായിനാ? അല്ല നിങ്ങളെ വീടൊക്കെ വിറ്റുന്ന് കേട്ട്, എന്തേനി? എടാ കുറച്ച് കടക്കെ ഉണ്ടായിനി. പിന്നെ കടക്കാരെന്ത് വിചാരിച്ചു? അവിടെ ഞാൻ വീട് വിറ്റാ കടക്കാരെ പൈസ കണ്ടു കൊടുത്ത്. എന്നിട്ട് നിങ്ങൾ ഭാര്യ ഇപ്പോൾ എവിടെ നിൽക്കണത്? ഞാൻ നമ്മളെ അങ്ങാടിയിലുള്ള ജ്വല്ലറി ഇല്ലേ, അതിൻ്റെ സൈഡിൽ രാത്രിയാകുമ്പോൾ ഞാനും ഭാര്യ അവിടെ പോയി കിടക്കും. പിന്നെ ആ പെട്ടി, അതിൻ്റെ പുറത്തുള്ള പെട്ടിപ്പീടിൻ്റെ അവിടെ കുറച്ചുകൂടി സൗകര്യമൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളൊരു നിലക്കും വിലക്കൊക്കെ നമ്മൾ ജ്വല്ലറിൻ്റെ മുന്നിലേ പോയി കിടക്കണ്ടേ? അല്ലേ ഇപ്പം നാട്ടുകാരെന്താ വിചാരിക്കുക? ഞാനേ ഇന്നലെ നായി അടിച്ചിട്ടുണ്ടായി. അപ്പോൾ ആ കീറിയ പായിലൊക്കെ കിടന്നാൽ നാട്ടുകാരെന്താ വിചാരിക്കുക? അതുകൊണ്ട് പോയി പായി ഒപ്പിക്കണം കേട്ടോ. ഞാൻ പോട്ടെ എന്നാൽ. ഞാനൊക്കെ അത്രയും കൊടുത്തില്ലേ, നാട്ടുകാരുടെ നമ്മളെ പറ്റി എന്താ വിചാരിക്കുക? പൈസ ഒന്നും നോക്കില്ലടാ, നാട്ടുകാരെന്താണ്ട് വിചാരിക്കുക?